ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഗ്ലോയിങ് ഫേഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ കല്യാണത്തിനും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മേക്കപ്പൊക്കെ സാധാരണ കല്യാണത്തിനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ പാർലറിലൊക്കെ പോയി ബ്ലീച്ചോ ക്ലീനപ്പോ ഫേഷ്യലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ പൈസ ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ കുറച്ച് സമയമെടുത്ത് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫേഷ്യൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേഷ്യലാണ്. നമ്മൾ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൈസ ചിലവൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, മുഖം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു തുണി എടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷാണ്. ഇത് മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫേസ് വാഷാണ്. വൈറ്റമിൻ ഇയുടെ കണ്ടൻറ്റുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഞാനത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫേസ് ഒന്ന് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫേസൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളൊരു ചെറിയൊരു ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാനേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ജെൻറ്റിൽ ക്ലെൻസിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് പോലെയാണ് ഇത് വർക്കാവുന്നത്. നമ്മളെ ടാന് മാറാനും ഡെഡ് സെൽസൊക്കെ മാറാനും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് പറ്റുന്ന നേരം വരെ നമുക്ക് ഇത് ഒരു കോട്ട് ഇട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത കോട്ട് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റീമിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റീമറുള്ളവർ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ടാണ് ഞാൻ പിടിക്കുന്നത്. ഒരു ചെറിയൊരു ടവൽ വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റീം വേണം കേട്ടോ. നല്ല രീതിയിൽ ആവി പോയാലേ അത് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റീമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പൊട്ടാറ്റോയുടെ കുറച്ച് ഭാഗമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അകത്തെ ആ ഒരു ജ്യൂസ് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടാറ്റോ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ മാത്രമല്ല സ്കിന്നിന് നല്ലതാണ്. സ്കിന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്കനിങ് മാറ്റാനും അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറ്റാനും ഒക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഈ പൊട്ടാറ്റോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഐറ്റമാണ് മുട്ട എങ്ങനെ എടുക്കുന്നല്ലേ, മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് സ്റ്റിഫ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഫോർക്കൊക്കെ വെച്ച് പതപ്പിക്കണേ പെട്ടെന്ന് പതഞ്ഞ് കിട്ടും. കാണാൻ പറ്റുന്നു, നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ലൊരു ഇതാണ്. നമ്മളെ സ്കിന്ന് പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആവും മുട്ടയുടെ ഇത് ചേർക്കുമ്പോൾ. അത് ഞാൻ നല്ലവണ്ണം ഇതിങ്ങനെ മുഖത്ത് മൊത്തം ഇതാക്കി കൊടുക്കാറുണ്ട്. സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ആദ്യം നമുക്ക് ചെയ്യാനൊരു മടിയുണ്ടാവും, പക്ഷെ സ്മെല്ലൊന്നുമില്ല. അത് നല്ലോണം ഞാൻ മൊത്തത്തിലാക്കി കൊടുത്തിട്ട് നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റും നമുക്ക് അത്ര നേരം വെക്കാം. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കുറേ നേരം വെക്കാവുന്നതാണ്. എന്നിട്ട് അതിനൊരു പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫേസൊക്കെ നല്ല രീതിയിൽ ക്ലീനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് വേണ്ട നമുക്ക് മാസ്ക് ആണ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ പൊടിച്ച് വെച്ച ഓട്സ് ആണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർക്കാം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളായാലും എടുക്കാം, അല്ലെങ്കിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന അതായാലും എടുക്കാം. കുറച്ചെടുത്താൽ മതി.
ഒരുപാട് എടുത്താൽ ഫേസ് മൊത്തം മഞ്ഞ കളറായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചെടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഞാനിത് ഫ്രഷ് അലോവേറയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നേരത്തേക്ക് മുമ്പേ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും ഇതിൻ്റെ അകത്തൊരു കറ ഉണ്ടാവും, ഒരു മഞ്ഞക്കറ. അപ്പോൾ ആ കറ പോയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നമുക്കൊരു ടീസ്പൂൺ അളവിൽ ആവശ്യമുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് ജെല്ല് മാത്രം അലോവേറ ജെല്ലൂടെ എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ അളവിൽ. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാസ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പാക്കുകളൊക്കെ ഉള്ള പോലെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാസ്ക്കാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഓട്സ് എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിന് നല്ലതാണ്. നമ്മളെ സ്കിൻ നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് ആക്നെയൊക്കെ കുറയും. പിന്നെ എന്താണ്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും നമ്മളെ സ്കിന്നിനെ. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ടർമറിക് ആൻറ്റി ബാക്ടീരിയലാണ്. പിന്നെ നമ്മൾ അലോവേറ ജെല്ല് മോയ്സ്ചറിങ് ഏജൻറ്റാണ്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ലതായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ മാസ്ക് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് റിസൾട്ട്. എന്താ പറയുക, ഒരു യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റും ഗ്ലോയിങ് ഒക്കെ. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ കാണാൻ കഴിയും ഡിഫറൻസ്. എന്താ പറയുക, നല്ല ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട സമയത്ത് ഒരു ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നീര് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അലോവേറ ജെല്ല് മാത്രം മതി. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് മോയിസ്റ്റായിട്ട് കിട്ടും. നമ്മൾ അലോവേറ ജെല്ല് കൂടെ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ മസാജിങ് ക്രീം നന്നായിട്ട് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റിസൾട്ട്. ശരിക്കും നമ്മളിങ്ങനെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലൊരു ഫേഷ്യൽ ചെയ്തിട്ട് പോണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ശരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. മടിയൊന്നും ഇല്ലാതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.